ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ ബേബി സേറ അപ്പോൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നൊരു കസിൻ്റെ ബാപ്പനിച്ചുണ്ട്, അതിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് സേറ ബേബി ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാമൂദീസ ബേബിയുടെ പേര് സിയാൻ എന്നാണ്. അപ്പോൾ നമ്മൾ സിയാനെ കിടത്താനായിട്ട് ഇവിടെ സ്റ്റേജൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിരിക്കുകയാണ് സിയാനെ കിടത്താനായിട്ട്. അപ്പോൾ ഈ സ്റ്റേജൊക്കെ കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ സേറുവിനൊന്ന് അവിടെ നിന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ സേറു അങ്ങനെ ആ സ്റ്റേജിലൊക്കെ ഒന്ന് കയറി അവിടെ വെച്ചിരിക്കുന്ന ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് നോക്കി, ആ ഫ്ലവറൊക്കെ ഒന്ന് തൊട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ആ ഫ്ലവർ കയ്യിലോട്ട് പോകുന്നപ്പോൾ ആളത് അവിടെ തന്നെ വെച്ചേച്ചും എന്നെ ഒന്ന് നോക്കും, ഫ്ലവർ ഇങ്ങോട്ട് പോകുന്നല്ലോ എന്നോർത്ത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ഫുള്ള് കറങ്ങി അടിച്ചാൽ കൊള്ളാമെന്നുണ്ട് പുള്ളിക്കാരിക്ക്. ഞാനും കൂടെ ഒന്ന് ചെന്നാൽ കൊള്ളാമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്നെ അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഞാനങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് സ്റ്റേജിലൊക്കെ ഒന്ന് കയറി ഒരു ഫോട്ടോയൊക്കെ എടുത്താലോന്ന് ഓർത്ത് സേറാനെയും കൊണ്ട് ഞാനങ്ങനെ സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്ത് കയറിയതാണ്. പക്ഷേ സേറു സമ്മതിക്കുന്നില്ല. സേറുവിന് അവിടെ താഴേക്ക് ഇറങ്ങി ഓടി നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ബേബീനെ കിടത്താനായിട്ട് നമ്മളൊരു തൊട്ടിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തൊട്ടിലൊക്കെ കയറണം, സേറുവിന് അതിൻ്റെ അകത്ത് കിടക്കണമെന്നൊക്കെ സേറു പറയണത്. അവിടെ താഴെ നിൽക്കാനായിട്ട് ബഹളം വെക്കുകയാണ്. അത് കാരണം ഒരുപാട് സമയം അവിടെ നിർത്തിയില്ല. പിന്നെ ബാക്കിൽ ബേബിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് സേറുവിന് ആ ഫോട്ടോയിലൊന്ന് തൊടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോയിൽ ഞങ്ങളൊന്ന് കൂടുതൽ തൊട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് താഴെ പോകും. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ആ ഫ്ലവർ കണ്ടിട്ട് സേറാക്ക് ആ ഫ്ലവർ എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുത്താൽ കൊള്ളാമെന്നുണ്ട്. കുറേ നേരം നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വരുന്ന വഴി ആലപ്പുഴ ബീച്ചിലൊന്ന് കയറിയാലെന്ന് ഓർത്ത് അങ്ങനെ ബീച്ചിൽ കയറി. സൺഡേ ആയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ബീച്ചിലെന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിള്ളേരുടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, തിരക്കായത് കാരണം. അങ്ങോട്ട് പോയാൽ പിന്നെ വരാൻ പറ്റത്തില്ല, പിന്നെ ഒരുപാട് ലേറ്റായി ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അത് കാരണം അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കറങ്ങി നടന്ന് സേറിനപ്പോൾ താഴെ ഇറക്കി കൊടുത്തപ്പോഴത്തേക്കും അവിടെ ഫുൾ ആൾ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ആളവിടെ ഓടിക്കളിച്ചൊക്കെ നടന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ബീച്ചിലൂടെയൊക്കെ അങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. സേറു ആകെ ഹാപ്പി ആയിരുന്നു. ആളിന് ബീച്ചിൽ പോയപ്പോഴത്തേക്കും ഓടി നടക്കുമായിരുന്നു സേറു. അങ്ങനെ ഞങ്ങളങ്ങനെ തിരമാലയൊക്കെ കാണാനായിട്ട് കടലിൻ്റെ അങ്ങോട്ട് പതുക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് നടന്നു പോയി. കുറച്ചറ്റം വരെ എത്തിയപ്പോഴത്തേക്കും ഒരു കപ്പലണ്ടിക്കാരനെ കണ്ടു. അപ്പോൾ സേറിനങ്ങനെ കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പലണ്ടിയൊക്കെ മേടിച്ച് സന്തോഷമായ കപ്പലണ്ടി കിട്ടിയപ്പോൾ ആളിന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ കപ്പലണ്ടിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ബീച്ചിൽ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട് തിരമാലയിൽ. അപ്പോൾ സേറുവിനത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അവരുടെ അടുത്തുനിന്ന് പോയി നിന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ആളിന്. പക്ഷേ ഒരു പേടിയും ഉണ്ട് പോകാനായിട്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വരാനൊരു മടി ആളിന്, വരാതെ അവിടെ തന്നെ നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതിയെ അങ്ങ് നടന്ന് സേറു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. ആദ്യമൊക്കെ മടിഞ്ഞങ്ങനെ നിന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് ആൾ എൻ്റെ കൂടെ പോരാനായിട്ട് പോകുന്നു. അങ്ങനെ ഞാൻ സേറും കൂടെ അങ്ങനെ പതിയെ നടന്ന് അങ്ങ് അടുത്തോട്ട് പോയി. കുറേ അടുത്ത് അങ്ങ് ദൂരെ വരെ ഞങ്ങൾ പോയില്ല. കുറച്ച് പോയപ്പോഴത്തേക്കും സേറുവിന് ഒരു പേടി പോലെ. ആദ്യം എന്നോട് വരുന്നില്ല, തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ആളിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് പോരാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആളെയും വിളിച്ചുകൊണ്ട് പോയി. ഒരു പേടി പോലെ ആളിന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിന് ഇഷ്ടമായി. പിന്നെ അങ്ങോട്ട് നടന്നു പോകാനാണ്. പിന്നെ കടലിലൊന്നും കളിച്ചൊന്നുമില്ല. ഞങ്ങൾ ഫുള്ള് നനയും. അത് കാരണം കളിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ സേറുവിനെ എടുത്ത് പതിയെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത്. ഒരുപാട് സമയമൊന്നും നിന്നില്ല. അതിനുശേഷം പിന്നെ ഞങ്ങളങ്ങ് this baby, I had faith, and you gave new life.
small.